لكم كل احترام. أنتم بنيتم، أنتم زرعتم في همة حب الأنام، في همة حب الأنام. يا دعاة رب السماء، يا من صنعتم في الأرض نورا، يا قلوبا فيها الوفاء، بشركم اليوم سرورا. أعلامنا قد شاع صدقا في سعيكم نحو السلام، كانت بداية. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أيها الناس اتقوا الله. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്തായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി അതിൻ്റെ അവസാന മിനുക്കുപണികളിലാണ് നമ്മൾ ഓരോരുത്തരും. എന്നാണ് പുറപ്പെടേണ്ടത് എന്ന തീയതി വരെ തീരുമാനിച്ച് പുറപ്പെടാൻ ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ നടത്തി നമ്മുടെ മനസ്സ് നിറയെ ഒരു ഹജ്ജാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഹജ്ജിന് പോകുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നമ്മുടെ മനസ്സിലുണ്ട്. നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിലെത്തണം. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ആഗ്രഹം നിറവേറാൻ സർവശക്തനായ റബ്ബ് മനുഷ്യൻ്റെ മുമ്പിൽ നിശ്ചയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹജ്ജുൻ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പുണ്യം നിറഞ്ഞ ഒരു ഹജ്ജ്, ആ പുണ്യം നിറഞ്ഞ ഹജ്ജിന് സ്വർഗമല്ലാതെ ഒരു പ്രതിഫലമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞത്. അനാവശ്യമായ വാക്കുകളോ പ്രവർത്തനങ്ങളോ തർക്കങ്ങളോ വേണ്ടാത്തരങ്ങളോ ഒന്നുമില്ലാതെ നല്ല രൂപത്തിൽ ഒരു ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ അവൻ്റെ അവസ്ഥ ഖയൗമിൻ വലദതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ആ ദിവസം പോലെ എന്ന് പറഞ്ഞാൽ ഒരു പാപത്തിൻ്റെ കറയുമില്ലാതെ ഏറ്റവും സംശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനായിട്ട് അവൻ മാറും. അങ്ങനെ മാറുക എന്നത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. സമ്പത്തോ സന്താനങ്ങളോ സ്വാധീനങ്ങളോ ശക്തിയോ ഇതൊന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എത്തും. അന്ന് രക്ഷപ്പെടുന്നവർ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, പാപമുക്തമായ സകലമാന പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകളും വലിച്ചെറിഞ്ഞ് സംശുദ്ധമായ മനസ്സുമായിട്ട് ആരാണോ റബ്ബിൻ്റെ മുമ്പിൽ എത്തുക അവർ മാത്രം രക്ഷപ്പെടുന്ന ഒരു ദിവസം വരാണ്ടതാണ്. അപ്പം അങ്ങനെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമായി സംശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമകളായി മാറാൻ ഹജ്ജ് ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ സാമ്പത്തികമായി പ്രയാസമുള്ള കാലത്തും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ വീടുകളിലാക്കി മറ്റുള്ളവരെ ഏൽപ്പിച്ച് ഇറങ്ങിപ്പോകുമ്പോഴുള്ള വലിയ സങ്കടം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ചില പശ്ചിമേഷ്യയിലെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ മനസ്സിൻ്റെ ഉള്ളിലെവിടെയോ പേടിപ്പെടുത്തുന്ന ചില ചിന്തകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാഹുവേ നീ വിളിച്ച വിളിക്ക് ഉത്തരം നൽകാൻ ഞാൻ ഇതാ വരുന്നു. ലബ്ബൈക്ക് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക്, ഞാൻ ഈ ലബ്ബൈക്ക് എന്നുള്ള പദം ആദ്യം കേട്ടത് എവിടെയായിരുന്നു? ഉമർ മൗലവിയുടെ വീട്ടിലൊരിക്കൽ പോയപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും ചെയ്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത് അദ്ദേഹം വീട്ടിൽ മക്കളോടൊക്കെ അറബിയിൽ സംസാരിക്കുന്ന. അപ്പൊ അറബിയിൽ സംസാരിക്കുമ്പോൾ
ഇപ്പൊ എന്നെ വാപ്പ വിളിക്കാണ് ഷാക്കിർ എന്ന് വിളിച്ചാൽ അറബിയിൽ ഞാൻ മറുപടി പറയുകയാണെങ്കിൽ പറയുന്ന മറുപടി എന്താ അറിയോ? ലബൈക്ക്. നമ്മൾ പറയാം ബാപ്പ വിളിച്ചാലേ നമ്മളെന്താ ഉത്തരം പറയാ? ബാപ്പ ഞാൻ ദാ വരുന്ന അറിയില്ലേ? ആ ബാപ്പ ഞാൻ ദാ വരുന്നില്ല. ആ ഏറ്റവും സ്നേഹപരമായ മറുപടിയാണ് ലബൈക്ക്. ഉമ്മ വിളിക്കാണ് ഷാക്കിറെ, അപ്പൊ ഞാൻ പറയാം അമ്മ ഞാൻ ദാ വരുന്നത് എന്ന് പറയില്ലേ? അതിന് പറയുന്ന അറബിയിൽ പറയുന്ന വാക്കാണ് ലബൈക്ക്. നമ്മൾ അള്ളഹാനോട് പറയുന്നത് ലബൈക്ക്. പടച്ചോനെ നീ വിളിച്ചു. ആരാ വിളിച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ള പറഞ്ഞു ബിൽ ഹജ്ജ്, ഇബ്രാഹിമേ നീ വിളിക്ക്, ജനങ്ങൾക്കിടയിൽ നീ വിളംബരം ചെയ്യ്, ഉറക്ക വിളിച്ചു പറയ്. എന്താ പറയേണ്ടത്? ഹജ്ജിന് വരി എല്ലാവരും. അവിടെ ബാക്കി അള്ള പറയുന്നത് എന്താ അറിയോ? ആ ജനങ്ങളുടെ കൂട്ടത്തിലെ വലിയ പണക്കാരായ വലിയ വലിയ ആൾക്കാർ നിന്റെ വിളി കേട്ട് വരും എന്നല്ല അള്ള പറഞ്ഞേ. നീ ജനങ്ങളെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്ക്. നീ വിളിക്കുന്നിടത്ത് അവർ വരും. എങ്ങനെ വരുന്ന പറഞ്ഞേ? വലിയ 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 ലക്ഷറി, വലിയ പണത്തിന്റെ കൊഴുപ്പിൽ വരുന്നല്ല. അവർ നിനി വിളിക്കുന്നിടത്ത് വരും. റിജാലൻ. എന്താ റിജാലൻ എന്ന് പറഞ്ഞാല്? റിജില് പറഞ്ഞ കാല, റിജാൽ എന്ന് പറഞ്ഞാൽ നടന്നു വരുന്ന. യൗതൂക്ക അവർ ഇവിടെ വരും. റിജാലൻ നടന്നു വരും. വഅലാ കുല്ലി ളാമിരിൻ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത്, തിന്നാൻ കൊടുക്കാൻ പോലും ഗതിയില്ലാതെ മെലിഞ്ഞൊട്ടി വാരിയെല്ലുകൾ പുറത്ത് കാണുന്ന ആ ദുർബലമായ ഒട്ടകങ്ങളുണ്ടല്ലോ, ആ ഒട്ടകപ്പുറത്ത് കയറി അവർ വരും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ദുർഘടമായ അപകടങ്ങൾ പതിയിരിക്കുന്ന മലമ്പാതകൾ താണ്ടി അവർ ഇവിടെ വരും. നമുക്കൊരു ധാരണ ഉണ്ട് നാട്ടുകാർക്ക് മൊത്തത്തില് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ പൈസക്കാർക്കുള്ളതല്ലേ എന്നാ. ഹജ്ജ് പൈസക്കാർക്കുള്ളതല്ല, ഈമാനുള്ളവർക്കുള്ളതാ. കയ്യുമത്തെ ഒരു വളവരി വിറ്റാല്, 2 മോതിരം വിറ്റാല്, വീടിന്റെ മുറ്റത്ത് ടൈലിടാൻ വേണ്ടി മാറ്റി വെച്ച പൈസ അത് മതി ഹജ്ജിന് പോകാൻ. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കിയത് ഇത് വലിയ കോടീശ്വരന്മാർക്കുള്ള പരിപാടിയല്ലേ എന്നാ. പക്ഷെ അള്ളാഹ് ഹജ്ജിന് വേണ്ടി വിളിച്ചപ്പോഴേ ആര് വരുന്ന പറഞ്ഞറിയോ? നടന്നു വരും. മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് വരും. ദുർഘടമായ മലമ്പാതകൾ താണ്ടി വരും. സാധുക്കൾ വരുന്ന പറഞ്ഞേ. നമ്മൾ പോവാണ്. ആ അന്ന് വിളിച്ചേ ആ വിളി നമ്മളിപ്പോൾ ഉത്തരം കൊടുക്കുക ലബൈക്ക്. പടച്ചോനെ ഞാൻ എന്താ വരുന്നത്. നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയാൽ പിന്നെ മക്ക വരെയുള്ള ഹൈവേയുടെ സൈഡിലൊക്കെ വലിയ ബോർഡ് കാണാം. സൗദി അറേബ്യയിലെ ഭരണാധികാരികളുടെ അമീറിൻ്റെയും അവിടുത്തെ രാജാവിൻ്റെയും ആനന്തരാവകാശിയുടെയും ഒക്കെ വലിയ ഫോട്ടോ വെച്ച വലിയ ബോർഡ് കാണാം. ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം എന്താ അറിയോ? ളുയൂഫുർ റഹ്മാൻ. ളുയൂഫുർ റഹ്മാന്റെ ലൈഫ് പറഞ്ഞാല് അതിഥിന, വിരുന്നുകാരൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പടച്ചോനാണ്. ളുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അതിഥികളെ നിങ്ങൾക്ക് സേവനം ചെയ്യുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എഴുതി വെച്ച്. ആര്? സൗദി അറേബ്യയിലെ ഭരണാധികാരികൾ ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ അവർ പറയണേ, നിങ്ങൾ വന്നോളൂ, നിങ്ങൾ അള്ളാഹുവിന്റെ അതിഥികളാണ്, നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഞങ്ങൾ സദാ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ അൽഹംദുലില്ലാ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, MLA മോളെ വീട്ടിൽ കല്യാണമുണ്ട്. അപ്പോൾ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ MLA ക്ഷണിക്കും. അങ്ങനെ MLA മോളെ കല്യാണത്തിന് ക്ഷണിച്ച കത്തുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ സിറ്റ് ഔട്ടിൽ മേശപ്പുറത്ത് തന്നെ വെക്കും. എന്തേരോ വരുന്നവരൊക്കെ ഒന്ന് കണ്ടോട്ടെ, MLA മോളെ വിളിച്ച കല്യാണമല്ലേ, സാധാരണ കല്യാണമല്ലല്ലോ. ആ കല്യാണത്തിന്റെ തലേന്ന് മുതലേ നമ്മൾ പറഞ്ഞു കൊടുക്കും, നാളെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോകണം, നമ്മൾ MLA മോളെ എന്നെ വിളിച്ചിട്ടില്ലേ? എന്നെ വിളിച്ചിട്ടില്ലേ? എന്നെ വിളിച്ചിരിക്കണ്. ഓ ഭയങ്കര ഗർമേക്കാരം, MLA മോളെ കല്യാണത്തിന് വിളിച്ചല്ലേ. ദേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ തമ്പുരാൻ, നമ്മുടെ MLA MP മന്ത്രിയോ ഒന്നല്ല, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ തമ്പുരാൻ അവന്റെ വീട്ടിലേക്ക്, മക്കയിലെ മസ്ജിദുൽ ഹറമിലേക്ക്, ഈ ഭൂമിയിലെ 850 കോടി മനുഷ്യന്മാരെ കൂട്ടത്തുന്നേ 15 ലക്ഷം ആൾക്കാരെ പ്രാവശ്യം വിളിച്ച് 15 ലക്ഷം. ആ 15 ലക്ഷത്തിൽ ഒന്നാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോളം ഈ ലോകത്ത് ഭാഗ്യവാന്മാരായ മനുഷ്യന്മാരാരാള്. ഈ തെരഞ്ഞെടുപ്പ് വെറും ഒരു ഹജ്ജിനുള്ള പോക്കല്ല. നോക്കൂ നിങ്ങൾ, അറഫാ ദിവസത്തില് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹജ്ജാണല്ലോ ചെയ്തല്ലേ, ഒറ്റ ഹജ്ജ്. ആ ഹജ്ജിന്റെ അറഫ അസറിന് ശേഷം വൈകുന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനോട് പറയാം, ബിലാലെ ആളുകളൊക്കെ ഒന്ന് വിളിച്ചു കൂട്ട്, എല്ലാവരോടും ഒന്ന് കൂടാൻ പറയാം. അങ്ങനെ ബിലാൽ എല്ലാവരും വിളിച്ചു കൂട്ടി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞേ, ജിബ്രീൽ എൻ്റെ അടുത്ത് വന്നിരുന്നു. ജിബ്രീൽ ഇപ്പോ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ജിബ്രീൽ എല്ലാവരോടും സലാം അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് ജിബ്രീൽ ഒരു കാര്യം പറഞ്ഞു എന്നോട്. എന്താ കാര്യം എന്നറിയോ?
ഇവിടെ അറഫയിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും അള്ളാഹു അവരുടെ പാപങ്ങൾ അത്രയും പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ജിബ്രീൽ എന്നെ അറിയിച്ചു. ഇത് റസൂൽ പറഞ്ഞപ്പോ എല്ലാവരും മുഖം എന്തൊരു സന്തോഷമേ, അതിലേറെ ജീവിതത്തിൽ ഒരു സന്തോഷം വേറെ കിട്ടാണ്ടോ? നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു എന്ന് ഏറ്റവും ആധികാരികമായ ഒരു വർത്തമാനം ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലേറെ ദുന്യാവിൽ വേറെ എന്താ കിട്ടാനുള്ളത്? അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുഖം ചന്ദ്രനെ പോലെ ഇങ്ങനെ തെളിഞ്ഞ്. കൂട്ടത്തില് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ, ഈ പറഞ്ഞത് ഈ അറഫയിൽ നിന്നവർക്ക് എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു എന്നത് ഇന്ന് ഇവിടെ കൂടിയ ഞങ്ങൾക്ക് മാത്രം ബാധകമായതാണോ? റസൂലുള്ളാഹിന്റെ കൂടെ ആ ഹജ്ജിന് വേണ്ടി കൂടിയ ഞങ്ങൾക്ക് മാത്രം ബാധകമായതാണോ ഈ പുറത്തു കൊടുക്കൽ? അപ്പൊ റസൂൽ പറഞ്ഞു, അല്ല, ഇന്നിവിടെ കൂടിയവർക്കും ഇനി ഇവിടെ കൂടുന്നവർക്കും അത് ബാധകമാണ് എന്ന് പറഞ്ഞാൽ, ഹജ്ജിന്റെ നല്ല നീയത്തോടെ ഒരാൾ അറഫയിലെത്തിയാൽ ആ അറഫയിലെത്തിയത് തന്നെ മതി അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ എന്നർത്ഥം. അപ്പോ വലിയ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വലിയ സൗഭാഗ്യത്തിലേക്ക് പാപങ്ങൾ പുറത്തു കിട്ടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഏറ്റവും ഏറെ പേടിക്കേണ്ടത് ഈ പാപങ്ങളെയാണ്. ഇപ്പൊ നമുക്ക് പേടിയല്ലേ? ക്യാൻസർ ഉണ്ടായ പേടിയാണ്, രോഗങ്ങളെ പേടിയാണ്, അപകടങ്ങളെ പേടിയാണ്, പലതിനെയും പേടിയാ. എന്താ കാരണം? അതൊക്കെ ഉണ്ടായാൽ നമ്മൾ കുറേ വേദനിക്കേണ്ടി വരുമല്ലോ, ആ പേടിയാണ്. പക്ഷേ ഈ വേദനകൾക്കൊക്കെ ഒരു അറുതിയില്ലേ? മരുന്നുണ്ട്, ചികിത്സ ഉണ്ട്. ഇനി ഒന്നുമില്ലെങ്കിലും മരണത്തോടു കൂടി എല്ലാ വേദനയും മാറൂലേ? എന്നാൽ മരണത്തോടു കൂടി തുടങ്ങുന്ന ഒരു വേദന ഉണ്ട്. അത് ഏതാ നിങ്ങൾക്കറിയോ? മരിച്ചാലും തീരാത്തൊരു വേദന നമ്മൾ ചെയ്ത തെറ്റുകളുടെ വേദനയാണ്. നമ്മൾ ചെയ്ത ഓരോ കുറ്റത്തിനും അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ ഉണ്ടല്ലോ, ആ ശിക്ഷ മുഴുവനും വേദനയാണ്, കഠിനമായ വേദന. ഇന്ന അദാബി ലശദീദ്. എന്തായാലും അർത്ഥം, എന്റെ ശിക്ഷ നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല കേട്ടോ, അത് അത്രയും കഠിനമാണെന്ന്. അപ്പൊ ഓരോ തെറ്റിനും കഠിനമായ വേദനയാണ് ശിക്ഷ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത് ഈ രോഗങ്ങളൊന്നുമല്ല. അതൊക്കെ ടപ്പ് 5 8 കൊല്ലം അസുഖം ബാധിച്ച് കഷ്ടപ്പെട്ട് മരിച്ചു പോയാൽ തീർന്ന്. പക്ഷേ മരിച്ചാലും തീരാത്ത ഈ വേദനിപ്പിക്കുന്ന തെറ്റുകൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ടേ, പടച്ചോന്റെ അടുത്ത് എന്നിട്ട് നമ്മൾ പറയുന്ന ദുന്യാവിലെ മുഴുവൻ സ്വത്തും, ഈ ദുന്യാവിൽ എത്രയോ കോടീശ്വരന്മാരില്ലേ, ആമസോൺ മുതൽ നമ്മുടെ നാട്ടിലെ ലോകത്തിലെ സകല കോടീശ്വരന്മാര്, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ടാറ്റാ ബിർള, ലാലാജി, അംബാനി, അദാനി, അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലാവരുടെ കയ്യിലുള്ള പൈസയും പാടെ എന്റേതാന്ന് വിചാരിക്കുക. ഈ സ്വത്തിന്റെ മുഴുവൻ ഉടമസ്ഥൻ ഞാനാ. ആ ഞാന് അള്ളാന്റെ അടുത്ത് പോയിട്ട് പറയാ, പഠിച്ചോനെ, ഇന്റെ സ്വത്ത് മുഴുവനും ഞാൻ പ്രായശ്ചിത്തമായി തരാം. ഞാൻ ചെയ്ത ഒരു തെറ്റിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരുമോ? ഞാൻ ചോദിക്കുന്ന, ദുന്യാവിലെ മുഴുവൻ സ്വത്തും ഞാൻ തരാം, ഒരു തെറ്റിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരുമെന്ന്. ഒഴിവാകൂല. അതാണ് ഒരു തെറ്റിന്റെ ശിക്ഷ എന്ന് പറയുന്നത്. നമ്മൾ പറയത്രേ, പടച്ചോനെ, ഞാൻ എൻ്റെ മക്കളെ തരാം, എൻ്റെ പ്രിയപ്പെട്ടവരെ തരാം, ഓലെ ശിക്ഷിച്ചിട്ടെങ്കിലും ഇന്നെ ഒന്ന് ഒഴിവാക്കി തരുമോ? ദുന്യാവിൽ എങ്ങനെയാ നിങ്ങള്? കുട്ടിയൊക്കെ ഒരു വേദന ഉണ്ടെങ്കിൽ നമ്മളെന്താ പറയാ? സാറേ, ഇന്റെ പേരിൽ കേസ് എടുത്തോളി, ഓനെ ഒഴിവാക്കണം എന്നറിയാം. പക്ഷെ പരലോകത്തെ ഈ ശിക്ഷന്റെ കാഠിന്യം കൊണ്ടേ നമ്മളെന്താ പറയാന്നറിയോ? റബ്ബേ, ഇതാ എൻ്റെ മക്കള്, എൻ്റെ ഇണ, ഞാൻ ഇവരെ നിങ്ങൾക്ക് പകരം തരാം, എന്നാൽ ഇന്നെന്ന് ഒഴിവാക്കി തരുമോ എന്ന് ചോദിക്കുന്ന, അതാണ് പരലോകത്തിലെ വേദന. ആ വേദനിപ്പിക്കുന്ന ശിക്ഷയിൽ നിന്ന് പൂർണ്ണമായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ ഒരു ഹജ്ജ് മതി എന്ന് പറയുമ്പോൾ ആ ഹജ്ജിന്റെ വലിപ്പത്തെക്കുറിച്ച്, അതിന്റെ ഗൗരവത്തെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആദ്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഹജ്ജിന് പോണത് ഹാജി എന്ന് വിളിക്കാനല്ല, ജിദ്ദയിലുള്ള മക്കളെ കാണാനല്ല, കുടുംബത്തിലെ എല്ലാവരും പോയിക്കണ്, ഇനി നമ്മൾ മാത്രം പോകാത്തതുകൊണ്ട് ആൾക്കാരിങ്ങനെ ഇങ്ങനെയും പറയുന്നുണ്ട്. ഇതിനൊന്നുമല്ല ഹജ്ജിന് പോണേ. നമ്മൾ ഹജ്ജിന് പോണത് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളൊന്ന് കഴുകിക്കളഞ്ഞ് കിട്ടണം, അതിനു വേണ്ടി പോവുക. ഇഖ്ലാസോട് കൂടി നമ്മൾ ഹജ്ജിന് പോവുക. അതുകൊണ്ട് തന്നെ ഹജ്ജിന് വേകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഒരുക്കം എന്താണ്? തസവ്വദു. നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ ഒരുക്കങ്ങൾ നടത്തണം. എല്ലാ ഒരുക്കങ്ങളും, വേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കണം. ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ. ഹജ്ജിന് വേണ്ടി നിങ്ങൾ ഒരുക്കുന്ന ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെഖ്വയാണെന്നാണ്. നമ്മൾ നമ്മുടെ മനസ്സിന് തെഖ്വ ഉണ്ടാവാൻ വേണ്ടി അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വഹ. പടച്ചോനെ, എൻ്റെ മനസ്സിന് നീ തെഖ്വ,
തെക്കുവ തരണേ റബ്ബേ. അള്ളാനെ പേടിക്കുന്ന, സ്വർഗത്തെ ആഗ്രഹിക്കുന്ന, നരകത്തെ പേടിക്കുന്ന ഒരു മനസ്സാക്കി എൻ്റെ മനസ്സിനെ നീ മാറ്റി തരണേന്ന് അള്ളഹാനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. തെക്കുവയുള്ളവരായിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന് അപ്പൊ തീർന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചുട്ടോ. അതായത് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ മനസ്സുകൊണ്ട് നന്നായിട്ട് ഒരുങ്ങുക. ഞാൻ എന്തിനാ പോണെന്ന് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക. ആ പോകുന്ന കാര്യം സാധ്യമാകാൻ വേണ്ടി നമ്മൾ മനസ്സറിഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുക. പോയി വന്നാൽ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാതെ നന്മയിൽ തന്നെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് ഒരുക്കി വെക്കുക. രണ്ട്, യാത്ര പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ ആരോടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഇടപാടുകളൊക്കെ തീർക്കുക. ആരോടെങ്കിലും വാക്കുകൊണ്ടോ മറ്റോ ഒക്കെ അന്യായമായിട്ട് വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരടുത്ത് പോയിട്ട് അവരോട് പറയാം, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എൻ്റെ വിവരക്കേട് കൊണ്ടോ കുഴപ്പം കൊണ്ടോ അയക്കാരം, എനിക്ക് അത് മാപ്പ് തരണം കേട്ടോ, നിങ്ങൾ എനിക്കും വേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു മടി വിചാരിക്കണ്ട. ഞാൻ ഓൻ്റെ മുമ്പ് പോയിട്ട് തല കുനിക്കുന്ന ഒരു അവസ്ഥ എന്ന് ഒരിക്കലും വിചാരിക്കണ്ട. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ആരോടെങ്കിലും ചെയ്തതുണ്ടെങ്കിൽ അത് അവരോട് തന്നെ തീർക്കണം. അല്ലാതെ ഓനെ മുമ്പിലാ ഞാനോ ഓനോട് മാപ്പ് വയ്ക്കേ, എൻ്റെ പട്ടി വരും എന്നൊക്കെ അങ്ങനെ ഞൊട്ടിച്ചാ പറയാം അല്ലേ. എന്നിട്ടോ അവസാനം മരിച്ച് വെള്ളത്തുണി പൊതിഞ്ഞ് പള്ളിന്റെ മുമ്പിൽ മയ്യത്ത് സ്കരിക്കാൻ വേണ്ടി കിടത്തുമ്പോൾ തലക്കും പുറത്തുനിന്നൊരു കുമ്പസാരം പള്ളിക്കല ഉസ്താദ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കുള്ള ജീവിതത്തിൽ വാക്കാലോ പ്രവൃത്തിയാലോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദീനുൽ ഇസ്ലാമിനെ ഓർത്ത് നിങ്ങൾ പുറത്തു കൊടുക്കണം. ആരും പുറത്തു കൊടുക്കണം? നമ്മൾ ചെയ്തൊരു തെറ്റ് പടച്ചോ നമുക്ക് പുറത്തു തരണമെങ്കിലേ മരണം തൊണ്ടക്കുഴിയിലെത്തും മുമ്പ് അള്ളഹാനോട് തൗബ ചെയ്തോളന്നാ. അത് എവിടുന്ന എത്തുകയെന്ന് അറിയില്ല, എപ്പോഴാ എത്തുകയെന്ന് അറിയില്ല. അതുകൊണ്ട് വല്ലതൊക്കെ ചെയ്തു പോയിക്കണമെങ്കിൽ അവനവൻ നേർക്ക് നേരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് നിൽക്കുകയാണ്. അള്ളാന്റെ ഹബീബ് പ്രവാചകന്റെ മുമ്പിൽ പള്ളിയുടെ മതിലും കടന്ന് ജനസഹസ്രങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുക. എന്താ റസൂൽ പറയാൻ പോണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞത്, ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒന്ന് ഞാൻ തരാനുണ്ടെങ്കിൽ ചോദിക്കണം, ആരും മടിക്കരുത്. ഞാൻ വല്ല സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. ആരും ഒന്നും മിണ്ടില്ല, നിശബ്ദം, സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത. പ്രവാചകൻ വാക്കുകൾ രണ്ടാമതും ആവർത്തിച്ചു, ആർക്കെങ്കിലും ഉണ്ടോ? മൂന്നാമതും ആവർത്തിച്ചു. ഒരാൾ എണീറ്റു, റസൂലേ എനിക്ക് ഏതാനും നാണയങ്ങൾ ഇന്ത്യക്കെന്ന് ഇന്ന സമയത്ത് വാങ്ങിയതുണ്ട്. പ്രവാചകൻ നേരെ മിമ്പർമെന്ന് ഇറങ്ങി വീട്ടിൽ പോയിട്ട് അത് കൊണ്ടുവന്ന് അപ്പൊ എല്ലാവരും അയാളെ മുഖത്തേക്ക്, നീ എന്തിനാ ചോദിച്ച്, നീ എന്തിനാ പറഞ്ഞ്, എനിക്കത് വിട്ട് കളഞ്ഞുകൂടായിരുന്നോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഒരു കടക്കാരനായിട്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ എത്താൻ വേണ്ടി ഞാൻ പറഞ്ഞേ. അയാൾ ഇരുന്നു. റസൂൽ വീണ്ടും മിമ്പർമ കയറിയാണ്. തൻ്റെ കുപ്പായ ഇങ്ങനെ ഊരിയിട്ട് അത് ആ മിമ്പറിന്റെ കയ്യുമ്മ അങ്ങനെ കുറത്തി വെച്ചിട്ട് കുപ്പായ ഇടാതെ ഇങ്ങനെ നിന്നിട്ട് റസൂൽ പറയണേ, ഈ നിൽക്കുന്നത് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. ആരും വേറൊന്നും വിചാരിക്കണ്ട, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. ഈ ഇരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രവർത്തനം കൊണ്ട് ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളതിന് പ്രതികാരം ചെയ്യണം. അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് നിങ്ങളത് വെക്കരുത്. ആ സദസ്സ് കരഞ്ഞുപോയി അല്ലേ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ തമാശക്ക് പോലും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഹബീബായ റസൂലുള്ള ഈ ലോകത്തുനിന്ന് യാത്ര പോകുമ്പോൾ എത്ര ഒരുങ്ങിയിട്ടാ പോണേ അല്ലേ. നമ്മൾ പോവാണ്, അതുകൊണ്ട് ഒരുങ്ങി പോവുക. ചോദിക്കേണ്ടവരോട് ചോദിക്കുക, പറയേണ്ടവരോട് പറയാ, കൊടുക്കാനുള്ളത് കൊടുക്കുക, എക്കടപാടുകൾ വല്ലതുണ്ടെങ്കിൽ തീർക്കുക. അല്ലാതെ ഇങ്ങനെ ഫാൻസി ആയിട്ട് അത് കുഴപ്പമൊന്നുമില്ല ഞാൻ പോയി വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോഴേ ഈ ബാക്കി കിടക്കുന്ന തെറ്റുകൾ ഉണ്ടല്ലോ, മണ്ണിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് പോലെ അത് അവിടെ തന്നെ കിടക്കും. നമ്മുടെ ഹജ്ജിന്റെ ഫലം പൂർത്തിയാവാതെ വരും. അതുകൊണ്ട് രണ്ടാമതായിട്ട് ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇടപാടുകൾ തീർത്ത് വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നമ്മൾ റെഡിയാക്കി വെക്കുക. 3, എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. എല്ലാം തീർത്തിട്ട് ഹജ്ജിന് പോകാൻ പറഞ്ഞത് ദുന്യാവിലേ നടക്കൂല. നമ്മളൊക്കെ സാമ്പത്തികമായി വിനിമയം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാ കാലത്തും സാമ്പത്തികമായ ഇടപാടുണ്ടാവും. അത് ഇപ്പൊ വീട്ടേണ്ടതുണ്ടെങ്കിൽ വീട്ടുക, അല്ല അടുത്ത കൊല്ലം വീട്ടിയാൽ മതി, അത് പിന്നെ അതിന്റെ സമയത്ത് വീട്ടുക. എന്തായാലും നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് നമ്മുടെ വീട്ടിലെ ഉത്തരവാദിത്തമുള്ള ഒരാളെ ഏൽപ്പിക്കുക. ഭാര്യ, ഭർത്താവ്, ജ്യേഷ്ഠൻ, അനുജൻ, ബാപ്പ, വല്ലിപ്പ, മക്കള്, ആരെങ്കിലും. നാളെ നമുക്കെന്തെങ്കിലും പറ്റിയാല് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ എന്താണ്, കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതും അറിയാതെ നമ്മുടെ കുടുംബങ്ങൾ പ്രയാസപ്പെടരുത്. ഇപ്പോഴത്തെ വലിയൊരു പ്രയാസം തരങ്ങൾ
മയ്യത്ത് നിസ്കാരത്തിന് ഉസ്താദ് ചോദിക്കും, കട ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും മക്കളോ മരുക്കളോ അവരെ ഞാൻ ഏറ്റുപറയും. അത് വലിയ ദമ്മാണല്ലോ, ഞാൻ ഏറ്റുപറയും. പക്ഷെ ഓനെ പിന്നെ കാണൂല. ആൾക്കാർ വന്ന് കാണാൻ ആരപ്പ ഏറ്റാള്, അത് മുപ്പര വലിയ മരുവനാണ്. ആ വലിയ മോൻ എവിടെയുള്ളത്? ഒമ്പടൊക്കെ ഉണ്ടായി, ഇപ്പൊ കാണാനല്ല. പിന്നെ ചോദിച്ചാൽ ആളുണ്ടാവില്ല അല്ലേ? അപ്പം ഈ കടബാധ്യതകളൊക്കെ, അതൊരു വലിയ കടം എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതി അല്ലേ അല്ലേ? യുദ്ധത്തിൽ രക്തസാക്ഷിയാവുന്ന ആൾക്ക് എല്ലാ പാപങ്ങളും അല്ല പുറത്തു കൊടുക്കുന്ന, ഏതൊഴികെ കടം. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നാലേ, നമ്മുടെ നാട്ടിലിപ്പോൾ മയ്യത്ത് കൊണ്ടുവന്ന കുറെ സൂറത്ത് ഓതുക, കുറെ ഭയങ്കര പ്രസംഗം. ചില സ്ഥലത്തൊക്കെ മയ്യത്ത് വെച്ചാൽ അവസാനത്തെ ആൾ ഒന്നുണ്ടാക്കി വരുന്നവരെ പ്രസംഗം, മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, മരണാനന്തര ജീവി. അപ്പൊ ആൾക്കാരെന്താ പറയാറോ, ഇതൊരു നല്ല സമയമാണ് മയ്യത്തിന്റെ മുമ്പിൽ നിൽക്കും, അത് പറഞ്ഞാൽ യേശു. അങ്ങനെ നല്ല സമയമാണെങ്കിൽ റസൂൽ പ്രസംഗിക്കൂലേ? പ്രവാചകൻ ഏതെങ്കിലും മയ്യത്തിന് മുമ്പിൽ വെച്ച് മയ്യത്ത് നിസ്കാരത്തിന്റെ മുമ്പ് ഒരു 1.5 മിനിറ്റ് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടുക്കണോ? ഒരു കാര്യം നല്ലതാണോ ചീത്തയാണോ തീരുമാനിക്കൽ പ്രവാചകന്റെ ജീവിതചര്യകൾ മുമ്പിൽ വെച്ചുകൊണ്ടല്ലേ? പ്രവാചകന്റെ മുമ്പിൽ ഒരു മയ്യത്ത് വന്നാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ആകെ എന്താ ചോദിക്കുക? നിങ്ങൾ ഇയാൾക്ക് കടണ്ടോന്നാ ചോദിക്കുക. കടണ്ടോ? ആ കടണ്ട്. വീട്ടാനുള്ള സ്വത്തുണ്ടോ? സ്വത്തുണ്ട്. എന്നാ പിന്നെ ആ കടം വീട്ടണം കേട്ടോ. റസൂൽ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കും. രണ്ടാമത്തെ ചോദ്യം, കടണ്ടോ? ഉണ്ട്. വീട്ടാൻ സ്വത്തുണ്ടോ? സ്വത്തില്ല. ഈ കടം ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആ ഞാൻ ഏറ്റെടുത്ത്. റസൂൽ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു. മൂന്നാമത്തേത്, മയ്യത്ത് കൊണ്ടുവന്നു, കടണ്ടോ? കടണ്ട്. ഏറ്റെടുക്കാൻ ആളുണ്ടോ? ഇല്ല. സ്വത്തുണ്ടോ? ഇല്ല. റസൂൽ പറഞ്ഞു, എന്നാലേ ഞാൻ നിസ്കരിക്കൂല, നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. വ്യഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട പെണ്ണിനു വേണ്ടി റസൂലുമായി ഇമാമെന്ന് നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ കടമുള്ള ആൾക്ക് വേണ്ടി നിസ്കരിച്ചില്ല. കടം ഭയങ്കര ഗൗരവ. കിട്ടാണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാം പാടെ വാങ്ങി കൂട്ടണ്ട, വീട്ടാൻ കഴിയുന്നത് മാത്രം വാങ്ങുക. എന്തായിക്കോട്ടെ, കടബാധ്യതകൾ എഴുതി വെക്കുക. അത് നമ്മളെ കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിക്കുക. ഇത്ര കൊടുക്കാണ്ട് ഇത്ര കിട്ടാണ്ട് ഒരുങ്ങിയിട്ട്, പിന്നെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ ഖാലിഖാക്ക പറഞ്ഞല്ലേ, നിങ്ങളെ മരുന്ന്, യാത്രാരേഖകൾ, ആവശ്യമായ സംഗതികളൊക്കെ നമ്മൾ ഒരുക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമ്മൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. പൊതുവെ ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ തയ്യാറായ ആളുകൾക്ക് 2 ആശങ്കകൾ ഉണ്ടാവുക. 2 ആശങ്കകൾ. ഒന്നാമത്തെ ആശങ്ക എന്താ? നിങ്ങൾ കൂടുതൽ ആൾക്കാർക്കും എനിക്കൊരുപാട് രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് കുറെ നടക്കണം, കുറെ അവിടെ ഇവിടെ ഇടങ്ങേറ്, ഇതൊക്കെ പാടെ ചെയ്യാൻ പറ്റുമാവോ? ചില പ്രായമുള്ള ആൾക്കാരൊക്കെ പറയാം, ഉസ്താദേ സംഗതിയൊക്കെ ശരിയായിരിക്കുന്നു, പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്, മുട്ടുങ്കാല് ഭയങ്കര വേദനയാണ്, 4 അടി നടക്കുമ്പോൾ തന്നെ കിതപ്പാണ്, ശ്വാസം കിട്ടാതെ വരലാണ്, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. മിക്കവാറും ആൾക്കാർ ഒരു പേടിയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മൾ അള്ളാന്റെ അടുത്തേക്ക് പോവാണ്. എന്തിനാ പോണത്? വാങ്ങിപ്പട കേൾക്കണല്ലോ. ഇല്ല, നമ്മള് അള്ളാഹു വിളിച്ചിട്ട് പോവുകയാണ്. നമ്മുടെ ആതിഥേയൻ ആരാന്നറിയോ? നമ്മുടെ ആതിഥേയൻ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബാണ്. ആ ധൈര്യത്തിൽ പോയിക്കോളി, ഒരുങ്ങിക്കോളി. അള്ള വിളിച്ചിട്ട് നമ്മൾ അള്ളാഹുവിന്റെ ഗ്രഹത്തിലേക്ക്, അള്ളാന്റെ വീട്ടിലേക്കാ പോണേ. ഈ ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ 1ാമത്തെ വീട്ടിലേക്ക് നമ്മൾ പോവാണ്. പിന്നെ നമ്മൾ ആരെ പോയിക്കണ്ടേ? നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിച്ചോനല്ലേ. ആരാണോ അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചത്, അവൻ അള്ള മതി, അവനല്ല മതി. നിങ്ങൾ അവിടെ മകൻ വരാന്ന് പറഞ്ഞിനി, മരുവൻ വരാന്ന് പറഞ്ഞിനി, ഒരമ്മോന്റെ കുട്ടി ഉണ്ടോ ചിലപ്പോ വരുവയ്ക്കാരം, ആരും വരൂല. ദുൽഹജ്ജ് 1 മുതൽ മക്കയിലേക്ക് ഒരു കുടുംബക്കാരനും കയറാൻ കഴിയില്ല, ഈ ഹജ്ജിന്റെ ആൾക്കാർക്കല്ലാതെ. അങ്ങനെ വരുന്ന് പ്രതീക്ഷിച്ച് ആരും പോണ്ട. ചില ആൾക്കാർ പറയേ, ഭർത്താവുണ്ട് അവിടെ തായിഫിൽ, മൂപ്പര് വരാറ് നിൽക്കണ്, എളാപ്പാന്റെ കുട്ടികൾ ഇവിടെ റിയാദിലുണ്ട്, ഓര് വരാറ് നിൽക്കണ്, ആരും വരൂല, ഒരാളും കയറ്റൂല. പക്ഷെ നമ്മക്കാരും വേണ്ട, നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് പോവുകയാണ്. ഹസ്ബു. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ നിങ്ങൾക്ക് അള്ള മതി എന്നാ പറഞ്ഞേ. അള്ള മതി. അള്ളാനെക്കാളും വലിയ സഹായി വേറെ ആരാണ്ട്? എൻ്റെ അനുഭവം എന്താ പറയുക, ഞാനേ 1ാമത്തെ പ്രാവശ്യം മുതൽ അങ്ങനെ ഹജ്ജിന് പോയിപ്പോഴുമ്പോഴൊക്കെ എൻ്റെ മൊത്തം അനുഭവം എന്താ? നിങ്ങൾ ഈ കുറെ പ്രായമുള്ള ആൾക്കാരുണ്ടാവേ, നടക്കാൻ പറ്റാന്നൊക്കെ പറയുന്ന ആൾക്കാരെ, ഓരൊക്കെ ഹജ്ജിന്റെ സമയത്ത് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കണ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഈ ബംഗ്ലാദേശിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരാണ്ട്, റബ്ബേ 100 വയസ്സ്, ഇവർക്ക് വയസ്സൊന്നും പ്രശ്നമല്ല. ഉണ്ട് എങ്ങനത്തെ മനുഷ്യന്മാരെ വരുവാരങ്ങൾ വളഞ്ഞിട്ട് ഇങ്ങോട്ട് റാട്ട പോലെ ഇക്കാരം. എന്തായാലും ഓരിങ്ങനെ പോണേ കണ്ടാല് നമ്മളിങ്ങനെ അത്ഭുതപ്പെടും.
നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ ഈ മുട്ടുംകാല് ഊരാ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഓലൊക്കെ ഹജ്ജിന്റെ സമയത്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്തിട്ട് അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, ഉസ്താദേ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. വീടിന്ന് അങ്ങോട്ട് പള്ളിക്കൊക്കെ നടക്കുമ്പോൾ കിടക്കുന്ന ഞാനാണ്, ഞാൻ ഇപ്പൊ 5-8 കിലോമീറ്റർ ഒക്കെ നടന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് നിങ്ങൾ പറയും ഉറപ്പായിട്ടും. കാരണം നമ്മൾ പോണേ അള്ളാന്റെ വിളി കേട്ടിട്ടാ. പടച്ചോനാ നമ്മളെ വിളിച്ചത്. ആ പടച്ചോ നമ്മളെ ഇടങ്ങേറാക്കൂല. അതുകൊണ്ട് ആ ഒരു പേടി ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ആ പേടി ഇറക്കി വെക്കുക. എന്റെ ആരോഗ്യം അനുവദിക്കുവാവോ, എന്റെ മുട്ടുംകാലൊക്കെ എന്താകുവാവോ, ഊര എന്താകുവാവോ എന്നൊക്കെ പേടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതൊക്കെ ഇറക്കി വെക്കുക. എല്ലാം ഇറക്കി വെക്കുക. നല്ല ധൈര്യത്തോടെ പടച്ചോൻ വിളിച്ചിട്ടാ പോണേ. ഒരു പ്രശ്നം. ചില ആൾക്കാർക്ക് പ്രശ്നം വേറെ, എനിക്ക് ഉസ്താദ് ഇന്റെ ബാത്റൂമിൽ പോയാൽ അല്ലാതെ അങ്ങോട്ട് ശരിയാവൂല, എന്താ ഇക്കാരപ്പം അവിടെ പോയാൽ അവസ്ഥ, ഇന്റെ ബാത്റൂമായിട്ട് അന്റെ ബാത്റൂമും കൂടി അതറിയില്ല, ആ ജാതി ബാത്റൂമേ കാരണം. അതൊക്കെ ഒരു ജീവിതമല്ലേ. നമ്മൾ ഇവിടെ ഇങ്ങനെ 15 റൂമിൽ ഈ 8-8 കട്ടില കെട്ടുകാണ്ട് AC ഫാനും ഒപ്പം കെട്ടുകാണ്ട് ഇങ്ങനെ ഒന്നിച്ച് കിടന്നാൽ തന്നെ ഉറക്കം വരാത്ത ആൾക്കാരെ മുസ്തലിഫിയിലൊക്കെ പോയാൽ വെറും നിലത്ത് ഒരു മുണ്ട് വിരിച്ച് കിടക്കുമ്പോൾ പറയും, ഉസ്താദേ ഉറങ്ങുമെന്ന് അറിയില്ല കേട്ടോ, ഞാനൊന്നും സാധാരണ പെര വിട്ടുകാണ്ട് എവിടെയും ഉറങ്ങിയിട്ടില്ല. ഓനൊക്കെ സുബൈക്ക് ഉണർത്താൻ വേണ്ടി നമ്മൾ പെട്ട പാടത്തിലിറങ്ങി ഉറങ്ങിയിട്ട് ഉണരണ്ടേ, ആ ജാതി ഉറക്ക. അതായത് നമ്മൾ ഭൗതികമായി നമ്മൾ പേടിക്കുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റി നേർക്ക് നേരെ പറയുമ്പം എനിക്കതിന് ശാസ്ത്രീയമായ വ്യാഖ്യാനമൊന്നുമില്ല. പക്ഷേ ഹജ്ജിന് വേണ്ടി ഒരാള് നല്ല ഇഖ്ലാസോടെ മക്കത്തെത്തിയാല് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ നമ്മൾ സ്വയം അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരുപാട് വിശദീകരിക്കുന്നില്ല. ആ ജാതി പേടികളൊക്കെ മനസ്സിൽ അങ്ങോട്ട് ഒഴിവാക്കുക. ഒരു 2 കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ ഹജ്ജിന് നമ്മളെ കൂടുതലുള്ള ആൾക്കാർക്ക് അറിയാം, ഞങ്ങൾ മുസ്ദലിഫയിൽ നിന്ന് മീനായിലേക്ക് നടക്കട്ടോ. അതൊരു നടത്താണ്. ഈ പിന്നെ ഖിയാമത്ത് പറ്റി പറയുമ്പോൾ കേട്ടിട്ട് ഞങ്ങള് കാഹളത്തിൽ ഊതപ്പെട്ടാല് ഈ ഭൂമിയിൽ ആദം നബി മുതൽ മരിച്ചുപോയ സകല മനുഷ്യന്മാരോട് പൊന്തുന്ന രസമുള്ള കാഴ്ചക്കാരല്ലേ, എല്ലാം അങ്ങനെയൊക്കെ പൊന്തുവോ? ആ മരിച്ചു മണ്ണായി പോയ ആൾക്കാരൊക്കെ അതറിയണമെങ്കിലും മരുഭൂമി തന്നെ അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്. മഴ പെയ്യാതെ 8-10 കൊല്ലം തരിശായി കിടന്ന മരുഭൂമിയിലെ ഒരൊറ്റ മഴ ഇങ്ങോട്ട് പെയ്താലേ പിറ്റേന്ന് പൊന്തിയ പുൽനാമ്പുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇത് എവിടുന്ന്, ഏത് വിത്തുന്ന്, എവിടുന്നാണ് ഈ പുല്ല് വരുന്നത്? 10 കൊല്ലായി ഒരു മഴയില്ല. നാൽക്കാലികളും ഒട്ടകങ്ങളും ആടുകളും മനുഷ്യന്മാരും ചവിട്ടി കടന്നുപോയ മണല്ലേ ഒരൊറ്റ മഴ പെയ്താൽ പൊന്നിങ്ങനെ വരും പച്ചത്തലപ്പുകൾ. അള്ളാഹ് പറയുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ നിങ്ങളും മണ്ണെന്ന് പൊന്തുന്ന പറഞ്ഞ് നമ്മൾ പൊന്തിയിട്ട് ഒരൊറ്റ പോക്കുണ്ട് മഹ്ശറേക്ക്. അതേമാതിരിക്കാണ് ഈ മിനായിൽ നിന്ന് മുസ്ദലിഫികളുടെ യാത്ര. ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങനെ കടക്കുക മുസ്ദലിഫിൽ. സുബൈ ബാങ്ക് കൊടുത്താൽ നീച്ച് നിസ്കരിച്ച ഒരൊറ്റ പോക്ക, ഒരാളും ബാക്കിയില്ല. ആരാ പോണേ, എങ്ങോട്ടാ, ഒന്നുമില്ല. അങ്ങോട്ട് പോവുക, എല്ലാവരും ഒന്നിച്ച് പോവുക മഹ്ശറേക്ക് പോണമായിരിക്കും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോണ്ട് ഒരു പ്രായമായ ഒരാൾ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അയാൾ കരയാണ്. അയാൾക്ക് എന്നെ പരിചയമുണ്ട്. അയാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു അപകടത്തിൽപ്പെട്ട് എന്റെ ഭാര്യനെ കാണാനല്ല. പടച്ചോനെ, കുറച്ച് ബഹസായാലേ. ഭാര്യയും ഭർത്താവും നമ്മൾ സ്നേഹത്തിലാണെങ്കിലേ, പണ്ട് KK മുഹമ്മദ് സുലൈമി പറയാറുണ്ട്, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രണയം ഉണ്ടല്ലോ കുറുന്തോട്ടി പോലെയാണെന്നാ. ഒരു കുറുന്തോട്ടി കണ്ടിക്കണം, ഒരു ദുർബലമായ ചെടിയുടെ പച്ച. പക്ഷേ കുറുന്തോട്ടിന്റെ പ്രത്യേകത എന്താ അറിയോ? അത് ഉണങ്ങിയാലേ ഉണങ്ങും തോറും ഇങ്ങനെ ബലം വെച്ച് ഇങ്ങനെ വരും. നല്ല ഉണങ്ങിയ കുറുന്തോട്ടി ഉണ്ടല്ലോ, നല്ല ഇരുമ്പിന്റെ കമ്പി പോലെയൊക്കെയാണ്. അത് ഈ വയസ്സായ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയാ. ഓരോ പ്രണയം ഇങ്ങനെ കൂടി ഇങ്ങനെ വരും. അതിൽ ഒരാളങ്ങോട്ട് പോയണ്ടല്ലോ, ഓ മറ്റേയാളെ അവസ്ഥ. ആ ബാപ്പാക്ക് എന്താ ഞങ്ങളൊക്കെ അല്ല നോക്കാന് മക്കളെ, 2 റിയാദില്, 2 ന്യൂയോർക്കിൽ, ഒരാള് ബാപ്പാക്കല്ല. ഞാൻ ബാപ്പാക്ക് ഉമ്മയോട് പോയോക്കണ്ടേ, പിന്നെ ബാപ്പല്ല, 0 ആണ് അല്ലേ. അള്ളാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ വിഷയത്തേക്ക് തിരിച്ചു വരല്ലേ. അപ്പൊ എന്ത് പറഞ്ഞില്ല, കാണാല്ല കാര്യം. അപ്പൊ അയാൾ ഇങ്ങനെ പറഞ്ഞ ഭാര്യനെ കാണാല്ല. അപ്പൊ എന്ത് സംഭവിച്ചു? അപ്പൊ അയാള് ഭാര്യക്ക് നടക്കാൻ വയ്യട്ടോ, ഇങ്ങനെ വീൽ ചെയറിൽ ഉന്തി കൊണ്ടുവന്നൊക്കെയാണ് അറഫയിലൊക്കെ. അങ്ങനെ മുസ്ദലിഫയിൽ എത്തിയതാ. അയാള് പോകാൻ നേരത്തെ ആരോ പറഞ്ഞു, ജംറയിൽ എറിയാനുള്ള കല്ല് പൊറുക്കണം എവിടുന്ന് മുസ്ദലിഫിന്ന്. അപ്പൊ അയാള് സാധു ഭാര്യനെ നിർത്തി അപ്പൊ അടയാളൊക്കെ വെച്ചിരിക്കണം. എങ്ങനെ, ഒരു ബാത്റൂം ഉണ്ട്, ആ ബാത്റൂമിന്റെ ഒതുടുക്കുന്ന ഭാഗമുണ്ട്, അവിടെയാണ് ഭാര്യയെ നിർത്തിയത്. എന്നിട്ട് അദ്ദേഹം കല്ല് പെറുക്കാൻ പോയി എവിടെയോ ദിശ മാറിയിട്ട് മൂപ്പര് ഇങ്ങനെ പോയിക്കണ്. പിന്നെ നോക്കുമ്പോ ഈ മുസ്ദലിഫയിലെ സകല ബാത്റൂം ഒരേ മാതിരിക്കാം. ബാത്റൂം വെക്കുമ്പോ അതിന്റെ നമ്പർ നോക്കി വെക്കാതെ ബാത്റൂമിന്റെ സ്ട്രക്ചർ മാത്രം നോക്കി വെച്ചാലേ അവിടുത്തെ 10,000 കണക്കിന് ബാത്റൂം ഒരേ മാതിരിക്കാം.
ഇദ്ദേഹം ഇങ്ങോട്ട് എവിടെയോ ഒന്ന് ദിശ മാറി കല്ല് തെരഞ്ഞു പോയതാ. പിന്നെ നോക്കുമ്പോൾ സകല ബാത്റൂം ഒരേപോലെ. ഇയാളെ ഭാര്യയെ നിർത്തിയ ഇയാൾ തെരഞ്ഞ് ഏരിയനെ വിട്ടു പോയിക്കണ്. ഇപ്പൊ തെരഞ്ഞെവിടെയോ എത്തിക്കണ്, പക്ഷെ ഭാര്യനെ കാണാനല്ല. എന്തൊരു സങ്കടല്ലേ എന്ന് ആലോചിക്കണേ. അപ്പൊ അദ്ദേഹം പറയണേ, ഞാൻ പോരുമ്പോ മക്കൾ എന്നോട് പറഞ്ഞതാണ്, ബാപ്പാങ്ങൾ ഉമ്മാനെ കൊണ്ടുപോയി ഞങ്ങൾ കുടുങ്ങുന്നു മക്കൾ പറഞ്ഞതാ. പക്ഷെ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്നെ കൊണ്ടുപോകാതെ നിങ്ങൾ പോകരുത് കേട്ടോ. അങ്ങനെ ഞാൻ ഓളയും കൂട്ടി വന്നതോ ഉസ്താദെ, ഭാര്യയെ കാണാനല്ല. എന്തൊരു സങ്കടല്ലേ. നമുക്ക് എന്താ പറയാൻ പറ്റുക? നിങ്ങളെ ഭാര്യ കണ്ടു, നമുക്ക് അയാളെ ഭാര്യ ആരും അറിയില്ല, എവിടെ അറിയില്ല, ഒരു ഫോൺ നമ്പർ ഇല്ല. മൂപ്പരടുത്ത് എൻ്റെ ഫോൺ ഉണ്ട്, പക്ഷെ എൻ്റെ ഫോൺ ഭാര്യൻ്റെ ബാഗിലുള്ളത്. ഞാൻ നമ്പർ തരും, ഞങ്ങൾ വിളിക്കട്ടെ, അത് സ്വിച്ച് ഓഫ് ആണ്. ഭാര്യൻ്റെ നമ്പറോ ഓക്ക് ഫോണില്ല. എങ്ങനെയാ പിന്നെ നമ്മൾ കണ്ടുപിടിക്കുക? ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ പറഞ്ഞു. വേറെന്താ? പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് നാട്ടിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞിട്ട് നല്ല ഞാൻ പറഞ്ഞാൽ ഉസ്സാറായിക്കണല്ലോ, എന്തേപ്പോ പെണ്ണുങ്ങളൊക്കെ കിട്ടിയ വെച്ച് അതിന്റെ കഥ പറയണ്ടാറ്. മൂപ്പര് തെരഞ്ഞ് ഒഴിച്ചുകാണ്ട് മൂപ്പര് അവസാനം കണ്ണീരോട് കൂടി നടന്ന് മക്കയിലേക്ക്. ഭാര്യ ഇവിടെ അവസാനം വരെ കുറെ ഇവിടെ നിന്നപ്പോ ഏതോ ഒരു ഗ്രൂപ്പര് ഈ ഭാര്യ ഇങ്ങനെ കസാരി കണ്ടപ്പോൾ നിങ്ങൾ എവിടെയാ? അപ്പൊ മുമ്പത്തേക്ക് സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പൊ അങ്ങനെ കയ്യും അങ്ങനെ ടാഗ് നോക്കിയപ്പം അവർ അസീസിയയിൽ പാർക്കുന്ന ബിൽഡിങ്ങിന്റെ നമ്പർ ഉണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ട് മുപ്പത്തേരെ കൊണ്ടുപോയിട്ട് ആ ബിൽഡിങ്ങിലാക്കിക്കണം. ഇദ്ദേഹം സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ഇടങ്ങേറായി കരഞ്ഞ് ചെല്ലുമ്പോണ്ട് മുപ്പത്തേര് ബെഡൊക്കെ വിരിച്ചു കണ്ടെന്ന് വെച്ച് കാത്ത് ചായ വേണ്ടെങ്കിൽ ഉത്സാഹമായിട്ട് അല്ലേ. നോക്കാം, നിങ്ങൾ പടച്ച തമ്പുരാൻ അങ്ങോട്ട് ഏറ്റെടുത്താലേ പിന്നെ ഈ ലോകത്തെ നമ്മൾ എന്തിനെ പേടിക്കേണ്ടി? അപ്പോൾ സമാധാനത്തോടെ, നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് എന്ന ആത്മവിശ്വാസത്തോടെ നമ്മൾ ഇറങ്ങാം. അപ്പോൾ ഒന്നാമതായിട്ട് ഈ പേടികളും ആശങ്കകളും മാറ്റി വെക്കട്ടോ. രണ്ടാമത്തെ ആശങ്ക എന്താ? നിങ്ങൾ സാധാരണക്കാരായ കുറെ ആൾക്കാരുണ്ട്, മദ്രസ പഠിച്ചത് ആകെ 3-ാം ക്ലാസ് വരെയാണ്, അന്ന് ഹജ്ജ് ഉംറയൊക്കെ പഠിച്ചിനി, അന്ന് ശ്രദ്ധിച്ചില്ല, ഇപ്പൊ പടച്ചോറങ്ങി ഇപ്പത്തെ കാലത്ത് എനിക്കതൊക്കെ പഠിച്ചുകാണ്ട് ഈ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാൻ വേണ്ടി വെയ്ക്കുവോ? അതൊക്കെ പഠിക്കാൻ മാത്രമുള്ള കഴിവ് എനിക്കുണ്ടോ? അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ അയലോകത്തുള്ള ചില ആൾക്കാർ ഹജ്ജിന് വേണ്ടി അപേക്ഷിച്ചിട്ട് 4-5 ഹജ്ജിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് 200-ാം പേജിന്റെ കട്ടിയുള്ള ഓരോ പുസ്തകമൊക്കെ കിട്ടിക്കണേ. ഇതൊക്കെ പടച്ചോൻ ഇവിടുന്ന് ഒരു ബുക്ക് വരും. എന്നോട് പറഞ്ഞ് താത്തറിഞ്ഞ്, നിങ്ങൾ മുജാഹിദീങ്ങൾ ഹജ്ജ് വെട്ടി കുറച്ച് ഒന്നുമില്ല, അതൊക്കെ ബുക്കിന്റെ വലിപ്പം കണ്ടില്ല. ബുക്കിന്റെ വലിപ്പം കൊണ്ടല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ, ഹജ്ജ് എന്ന കർമ്മം ഏറ്റവും ലളിതമായ ഒരു കർമ്മമാണ്. 6 ദിവസം ദൈർഘ്യമുള്ള കർമ്മമാണെങ്കിലും ഹജ്ജ് എന്ന കർമ്മം തെറ്റാതെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ ഒരു കർമ്മമാണ്. ഇൻഷാ അല്ലാഹ് ആ കർമ്മത്തിന്റെ രൂപവും അതിന്റെ സ്ഥലവും അതിന്റെ ഭാവവും ഒക്കെ ഇവിടെ സുബർ പിടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അല്ല വളരെ അതായ്മ അങ്ങനെ ചിത്രങ്ങൾ വരും, ഒക്കെ ഉഷാറായിട്ട് അത് നിങ്ങളെ കാണിക്കും. ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അത് ഭംഗിയായിട്ട് നിങ്ങൾ കാണും, അതിലൊന്നും ബേജാറാവണ്ട. ഹജ്ജിന്റെ കർമ്മങ്ങൾ ഏറ്റവും ലളിതം. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഒരാള്, ഉസ്താദേ എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല, എങ്ങനെയാ നിസ്കരിക്കേണ്ട? ഇയാൾ ബുക്കിന്റെ ചെറുപ്പം കാണിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കട്ടെ. നിസ്കരിക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു തരുമെന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാല് അത് പറഞ്ഞു കൊടുക്കാൻ എത്ര മിനിറ്റ് വേണ്ടി വരും? ചുരുങ്ങിയത് 5 മിനിറ്റ് വേണ്ടേ നിസ്കാരം എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ? എന്നാൽ ഹജ്ജ് എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അര മിനിറ്റ് കൊണ്ട് ഞാനത് പറഞ്ഞുതരും. ഇഹ്റാം ചെയ്ത് മക്കയിൽ ചെന്ന് ദുൽഹജ്ജ് 8-ന് മിനായിൽ പോയി, 9-ന് അറഫിൽ പോയി, അന്ന് രാത്രി മുസ്തലിഫിൽ പോയി, പിറ്റേന്ന് മിനയിൽ പോയി, ജംറയിൽ കല്ലെറിഞ്ഞ് ബലിയറുത്ത് മുടിയെടുത്ത് തവാഫും സായും കഴിഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞു. ഇത്രയുള്ളൂ ഹജ്ജ്. ലളിതം, തെറ്റാനൊന്നുമില്ല, മറക്കാനൊന്നുമില്ല, പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിതമാണ്. ഈ ഹജ്ജിന്റെ കർമ്മങ്ങളുടെ പ്രത്യേകത എന്താ? നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നമ്മുടെ യുക്തിക്ക് ഒരു റോളും ഇല്ല. എങ്ങനെ, എന്തിനാ അത് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് നമ്മുടെ യുക്തിക്ക് ഒരു റോളും ഇല്ല. അല്ലാഹു തആല പറഞ്ഞു, നമ്മൾ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇപ്പൊ ജംറയിൽ കല്ലെറിയണം അല്ലേ? ജംറയിൽ കല്ലെറിയണം. എങ്ങനത്തെ കല്ലുകൊണ്ട് എറിയണ്ടേ? ചെറിയ കടലമണിയോളം വലിപ്പമുള്ള കല്ലുകൊണ്ട്. എങ്ങനെ അറിയണ്ടേ? മെല്ലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ അറിയണ്ടേ. അപ്പൊ ചില ആൾക്കാർ പറയും ഇബ്ലീസിനെ എറിയാണ്. ഈ പാകിസ്ഥാനിലൊക്കെ ബഡാ ഷെയ്ത്താൻ എന്നാ പറയാ, ബഡാ ഷെയ്ത്താൻ, വലിയ ജംറക്ക്. എന്നിട്ട് അവിടെ പിശാച്ചുണ്ട് വിചാരിച്ചിട്ട് ഇയാള് ചെരുപ്പൂരി എറിയും. അതിന്റെ താഴേക്ക് നോക്കിയാൽ കാണാം കൊട, മൊബൈൽ ഫോണ്, പെട്ടി. കുട്ടികളൊന്നും എഴുത്തില്ലാത്ത ഭാഗ്യ കിണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് എറിയൂല്ലേ. ഓരെന്താ വിചാരിച്ചറിയോ? പിശാച്ചിനെ എറിയെന്നാ. പിശാച്ച് അത്ര പൊട്ടന ഈ 30 ലക്ഷം ആൾക്കാർ ഏറുകൊള്ളാൻ വേണ്ടി അവിടെ അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാന് അല്ലേ? എന്തുകൊണ്ടാ നമ്മൾ അന്ന് എറിയണത്? ഒരൊറ്റ മറുപടി ഉള്ളൂ, അല്ല പറഞ്ഞു എറിയാൻ. അതുകൊണ്ട് പിശാച്ചിനെ എറിയാണെങ്കിൽ നല്ല 6 ഇഞ്ച് ബോളർ കൊണ്ട് എറിഞ്ഞൂടെ? അല്ല പറഞ്ഞ കടലമണിയോളം വലിപ്പമുള്ള കല്ലുകൊണ്ടാ. അല്ല പറഞ്ഞു, നമ്മൾ അനുസരിച്ചു.
ആ മക്കത്തും മദീനത്തൊക്കെ ഹൈടെക് ഹോട്ടലുകളും ബിൽഡിംഗും ഉള്ള സ്ഥലത്താണ്. മുസ്ദലിഫയിൽ വെറും നിലത്ത് പോയിട്ട് കിടക്കാൻ പറഞ്ഞേ. എന്തിനാ കിടക്കണേ? അള്ള പറഞ്ഞു, നമ്മൾ കടന്നു. ആ മക്കത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം നമ്മളാണ്. ആ മിനയിലൊക്കെ പോയിട്ട് ബാത്റൂം ഒക്കെ അങ്ങനെ കാണണം. എല്ലാം മടിയാണ് മാറും. ആവശ്യം വരുമ്പോഴല്ലേ, ആവശ്യക്കാരനല്ലേ. അപ്പൊ അത്ര എന്തിനാണ് നമ്മൾ അവിടെ പോണത്? മിനയിൽ പോയി കിടക്കാൻ. ഇവിടെ നമ്മളെ കട്ടിലെത്രയാണ്? 6 7 ഭയങ്കര കട്ടിലല്ലേ. കൗന്നും തലഞ്ഞും ബെലഞ്ഞും എങ്ങനെ കിടക്കാം? മിനയിൽ കിടക്കാനേ ഇത്ര വീതിയുള്ള ഒരു ബെഡാ കിട്ടുക. ഇത്ര ഒരു വീതി, ഒരു മുഴം വീതിയുള്ള ഒരു ചെറിയ കട്ടി കുറഞ്ഞ ഒരു എന്താ പറയാ, ഒരു സ്പോഞ്ചിന്റെ ഒരു ചെറിയ ഒരു ബെഡ് എന്നൊന്നും പറഞ്ഞുകൂടാ, ഒരു സ്പോഞ്ചിന്റെ കഷ്ണം. അതന്നെ വലിയ രസം. താരങ്ങള് ഒരു ടെന്റില് 100 ആൾക്കാർ താമസിക്കാണ്ടെങ്കിൽ 80 ആൾക്കാർക്കുള്ള സ്പേസാ കിട്ടുക. ഈ 80 ആൾക്കാരുടെ സ്പേസിൽ എത്ര ആൾ കിടന്നുറങ്ങണം? 100 ആൾ കിടങ്ങണം. ഞാനൊക്കെ മലന്ന് കിടക്കണമെങ്കിലേ അടുത്തുള്ളവരോട് ചോദിക്കണം, എടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഞാൻ ഒന്ന് മലന്ന് കിടക്കട്ടെ കുറച്ചേരം. അപ്പൊ ഓൻ ചെരിഞ്ഞ് കിടക്കണം. ഓൻ ചെരിഞ്ഞാലേ എനിക്ക് മലന്ന് കിടക്കാൻ സ്ഥലം ഉണ്ടാകും. ഞാൻ മലന്നേ കിടക്കുള്ളൂ എന്ന് വാശി പിടിച്ചാൽ ഒരു നിവൃത്തിയില്ല, ഞാൻ ചെരിഞ്ഞ് തന്നെ കിടക്കണം. കാരണം 2 ആൾക്ക് മലന്ന് കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതാണ് മിന. 6 ദിവസം നമ്മൾ മിനയിൽ പാർക്കും. ജീവിതം എന്താന്ന് നമ്മളങ്ങോട്ട് പഠിക്കും അല്ലേ? അപ്പൊ എന്തായിരുന്നാലും ഹജ്ജിന്റെ കർമ്മങ്ങൾ വളരെ ലളിതമാട്ടോ. പക്ഷെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒന്നുപോലും നമുക്ക് തെറ്റൂല. പഠിച്ചോരെ, എനിക്കിപ്പം അറഫയ്ക്കും മിനയ്ക്കും ഒക്കെ വഴി അറിയാവോ? ഇവിടെ മഞ്ചേരങ്ങാടിക്ക് കൊണ്ടോട്ടങ്ങാടിക്ക് വരെ വഴി അറിയാത്ത ആളാ ഞാൻ എങ്ങനെയാ ഒറ്റക്ക് അറഫയ്ക്കും മിനയ്ക്കും ഒക്കെ പോവുക? ചില ആൾക്കാർ അങ്ങനെ ചോദിക്കല്ലേ. ഒരു ബേജാറും ആവണ്ട. ദുൽഹജ്ജ് 8-ന് മക്കയിലുള്ള മുഴുവൻ ആളുകളും എങ്ങോട്ടാ പോണത്? മിനയിലേക്ക്. അന്ന് മിനയിലേക്ക് പോകൂ. മിനയിലേക്കല്ലാതെ വേറെ എവിടേക്കും പോകാൻ കഴിയില്ല. എല്ലാ റോഡുകളും എല്ലാ വാഹനങ്ങളും മിനയിലേക്ക്. ഒരു തെറ്റനും തെറ്റൂല. നമ്മൾ നേരെ നമുക്ക് നിശ്ചയിച്ച ടെന്റില് നമ്മളെ ബെഡില് നമ്മൾ എത്തിയിരിക്കും. ദുൽഹജ്ജ് 8-ന് ഒരാളും പുറത്തു പോകില്ല, എത്തിയിരിക്കും. അതാ കണ്ടീഷൻ. ദുൽഹജ്ജ് 9-ന് രാവിലെ അറഫയിലേക്ക് പോകും. അന്ന് അറഫയിലേക്കാ ലക്ഷക്കണക്കിന് ആൾക്കാർ അറഫയിലേക്ക് ഒഴുകും. അന്ന് മഗ്‌രിബിന് ശേഷം ആ ലക്ഷങ്ങളൊക്കെ തിരിച്ച് മുസ്ദലിഫയിലേക്ക് നടക്കും. ആരും തെറ്റൂല, എല്ലാവരും ആ കൂട്ടത്തിലുണ്ടാകും. പിറ്റേന്ന് രാവിലെ മുസ്ദലിഫയിൽ നിന്ന് നേരെ മിനയിലേക്ക് തിരിച്ചു നടക്കും. ജംറയിൽ പോയി കല്ലെറിയും, നമ്മൾ മുടി കളയും. സാധിക്കുന്നവർ മക്കത്ത് പോയിട്ട് തവാഫും സഅയും ചെയ്യും. അതൊക്കെ അതിന്റെ ക്രമത്തിൽ അങ്ങനെ ചെയ്യും. അപ്പൊ ഹജ്ജിന്റെ കർമ്മങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ആരും ബേജാറാവേണ്ട. ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ തെറ്റാതെ നടക്കും. പിന്നെ ഒരു പേടി എന്താ? നിങ്ങള് കുറെ പഠിക്കാനുള്ള പ്രാർത്ഥന അതും ഇതൊക്കെ കേട്ടോളി. ഹജ്ജിന്റെ സമയത്ത് ആകപ്പാടെ നിങ്ങൾ ഇന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥന എത്ര നിങ്ങള്? 1, തവാഫിന്റെ സമയത്ത് ഒരു നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ, ആ സ്ഥലം ഏതാണെന്നല്ലേ പറഞ്ഞുതരും. ഒരു നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾ ഒരു പ്രത്യേകമായ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഏതാ പ്രാർത്ഥന? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. ആ പ്രാർത്ഥന അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈയൊന്നിച്ചാണ്. നാണം. കാരണം ജനിച്ച അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയാണ്. ചെറിയ നമ്മളൊക്കെ വല്യമാര് നമ്മളെ കൈ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് കുട്ടിയുടെ അള്ളാനോട് പ്രാർത്ഥിച്ചു പറഞ്ഞാണ്ട് ആദ്യം പഠിപ്പിച്ച പ്രാർത്ഥന അതാ. അതറിയാത്ത ആരെങ്കിലും പ്രാർത്ഥന എന്ന് പറഞ്ഞാലേ അത് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ട സംഗതിയാ. എപ്പോഴും. ഏതോ അൽഫിത്രയിലോ അൽമനാറിലോ പഠിക്കുന്ന കുട്ടി വണ്ടി കയറിയപ്പം സുബ്ഹാനല്ലദീ സഖറലനാന്ന് പ്രാർത്ഥിച്ചപ്പോൾ വല്യമ്മ ചോദിച്ചല്ലോ, ഇജെന്താ ഉംറക്ക് പോകുകയാണോന്ന്. പാവം വല്യമ്മ വിചാരിച്ച് അത് ഉംറക്ക് പോകുമ്പോൾ മാത്രം ചെല്ലേണ്ട പ്രാർത്ഥന എന്നാ. പ്രാർത്ഥന ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും വേണ്ട പ്രാർത്ഥന കേട്ടോ. പോട്ടെ. അപ്പൊ 1, തവാഫിന്റെ സമയത്ത് പ്രത്യേകമായിട്ട് റസൂല് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന റബ്ബന ആതിന. ഇനി രണ്ടാമത്തെ എവിടെ നിങ്ങള്? സഫ മറുവ സഈൽ. നമ്മൾ സഫയിലേക്ക് കയറി പോകുമ്പോ അറിയുന്നവർ ഒരായത്ത് ഓതണം. ഏതായത്ത്? ഇന്ന സഫ വൽ മർവത മിൻ ശആയിരില്ല. അത്രേ ഒരാൾക്ക് അറിയുള്ളെങ്കിൽ അത് ഓതിയാൽ മതി. ഇന്ന സഫ വൽ മർവത മിൻ ശആയിരില്ല എന്നേ അറിയുള്ളൂ എങ്കിൽ അത് ഓതുക. ഇനി ബാക്കി കൂടി അറിയോ? ഇന്ന സഫ വൽ മർവത മിൻ ശആയിരില്ല ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ ഫമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. എന്റെ പേരിലുണ്ട് ഞാൻ ആയത്ത് എപ്പോഴും ഓർക്കും. അപ്പോ ആ ആയത്ത് മുഴുവനും ഓതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ഓതാം, നോക്കിയിട്ട് ഓതാം. അവിടെ ഇങ്ങനെ അതിന്റെ സൈഡിലൊക്കെ കാലിഗ്രാഫിയിൽ ഇങ്ങനെ ബോർഡിലൊക്കെ ആ ആയത്ത് ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് പുസ്തകം വേണമെങ്കിൽ നോക്കിയിട്ട് വായിക്കാം. ഇനി ഒരാൾ വേണമെങ്കിൽ ചൊല്ലിത്തരാം. അതൊക്കെ നടക്കും. ഇനി ഒരാൾക്ക് ഈ ആയത്ത് ഓതാൻ കിട്ടിയില്ല, അതുകൊണ്ട് ഹജ്ജിന് എന്ത് കുഴപ്പമുള്ളത്?
ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഹജ്ജിന് ഒരു പ്രശ്നമല്ല. അറിയുന്ന ആൾക്കാരെ ചൊല്ലുക ഈ ആയത്തിന്. ഒരാൾക്ക് മുഴുവൻ അറിയില്ല. ഇന്ന സഫാ വൽ മർവത മിൻ ശആയിർ, അത്രേ അറിയുള്ളൂ. അത് പഠിച്ചൂടെ? ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ല, അത് പഠിക്കാൻ എത്ര വലിയ പണിയൊന്നുമില്ലല്ലോ. അതാ അപ്പൊ രണ്ടാമത് പഠിക്കാണ്ട്. മൂന്നാമത്, സഫയിലെത്തിയാൽ നമ്മൾ കിബിലക്കു നേരെ കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പ്രാർത്ഥിച്ച 2 വരികൾ. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ നിസ്കാര ശേഷം നമ്മൾ ചൊല്ലാറുള്ള ഒന്നാണ്. രണ്ടാമത്തേത്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു വഅൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദ. അത് പഠിക്കാൻ കഴിയുന്ന ആൾക്കാർ പഠിക്കുക. അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ചൊല്ലിയാൽ അത് കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് ഈ 2 പ്രാർത്ഥന. പിന്നെ അറഫയിലായിരിക്കുമ്പോൾ റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റുള്ള പ്രവാചകന്മാരും അറഫയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചൊല്ലിയത് എന്താ നിങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു എന്ന്. ഈ 3 സാധനങ്ങളാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ചൊല്ലണമെന്ന് റസൂലുള്ള പഠിപ്പിച്ച ആകെ കാര്യങ്ങൾ. പിന്നൊന്ന്, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തും കുല്യായുൽ കാഫിറൂൻ, 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തും കുല്ലല്ലാഹു അഹദും. ഇത് അറിയാത്തോല ആരാള്? നിങ്ങൾ പറഞ്ഞോളി. ഹജ്ജിനു വേണ്ടി എന്താ നമ്മൾ കാണാൻ പഠിക്കേണ്ടത്? ലളിതമാണ്, എളുപ്പമാണ്. പിന്നെ ഈ പറയപ്പെട്ട ഇവിടുത്തെ അമീർമാരുടെ നിര കണ്ടപ്പോ നമ്മളെ സംസ്ഥാന സമ്മേളനം മക്കത്തേക്ക് മാറ്റി വെച്ച് ഏകദേശം എല്ലാ ആൾക്കാരും അതിലുണ്ട്. നമ്മൾ പല പാക്കേജുകളാണെങ്കിലും മക്കയിലെ നമ്മുടെ താമസം പലയിടങ്ങളിലേക്കാണ്. നിങ്ങളുടെ പാക്കേജിന്റെ അവസ്ഥ അനുസരിച്ച് അതിന്റെ താമസിക്കുന്ന ഹോട്ടൽ ഇങ്ങനെ അടുത്ത് വിട്ടുവെച്ച് അങ്ങനെ പോകും. പക്ഷേ ഹജ്ജിന്റെ ദിവസങ്ങൾ ഉണ്ടല്ലോ. ഏതാ ഹജ്ജിന്റെ ദിവസം? ദുൽഹജ്ജ് 8 മുതൽ ദുൽഹജ്ജ് 13 വരെ. ഈ 6 ദിവസം നമ്മൾ ഒരുമിച്ചേക്കാരം, ഒരേ ടെന്റിൽ ഒരുമിച്ച് എല്ലാവരും. ഞാൻ എപ്പോഴും സാധാരണ പറയാറുണ്ടേ, ആദ്യം മീനങ്ങട്ട് കഴിഞ്ഞിട്ടാണ് ഹജ്ജ് എങ്കിൽ നല്ല സുഖം. മീനായിൽ വെച്ച് നമ്മൾ മറ്റേത് ഓല അമേരിക്കയിൽ നിന്ന് വന്ന ഓല് ഖത്തറുകാരാ ഓല അതാണല്ലോ എവിടുന്ന് വന്നാലും സകലം പിഴിഞ്ഞു കിട്ടു. എവിടെ നിങ്ങൾ? മീനയിൽ എത്തിയാൽ. മീനയിൽ 2017 18 എനിക്ക് തോന്നുന്നു ഹജ്ജ് ചെല്ലപ്പണ്ട് ഇങ്ങനെ സൈഡിൽ കൂടെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അവിടെ കിടക്കുന്ന പ്രായമുള്ള ഒരാളുണ്ട്. അദ്ദേഹം ചെരുപ്പ് ഇങ്ങനെ അട്ടി വെച്ചിട്ട് അതിന്റെ മേലെയാണ് ബെഡ് ഇങ്ങനെ വെച്ച് കിടക്കുന്നത്, ചെരുപ്പിന്റെ മേലെ കിടക്കുന്നത്. അപ്പൊ എന്നോട് കൂടെയുള്ള ആള് പറഞ്ഞു, അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ടോ? ഇല്ല. പരിചയപ്പെടുത്തി. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ MD ആണ്. മീനുണ്ടല്ലോ, എല്ലാ അഹങ്കാരത്തിന്റെ ഭാണ്ഡക്കെട്ടുകളെയും വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ ആരാന്ന് ശരിക്ക് നമുക്ക് ഇങ്ങോട്ട് മനസ്സിലാക്കി തരും മീന 6 ദിവസം കൊണ്ട്. അവിടെ നമ്മൾ എല്ലാവരും ഒരുമിച്ചേക്കാരും, ഒരേ ടെന്റിൽ ഒരുമിച്ച് എല്ലാവരും. അവിടുന്നാണ് ഹജ്ജിന് വേണ്ടി മിനയിൽ പോണതും അർഫീക്ക് പോകണം മുസ്ദലിഫ് പോകണം ഒക്കെ മിനയിന്നാണ്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ആ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാകും. ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഓരോ സന്ദർഭങ്ങളിലും കൂടെ നിന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. അൽഹംദുലില്ലാ, വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ഒരു ഉംറ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശരിക്കും പഠിക്കണം പോണീന്റെ മുമ്പ് തന്നെ. കാരണം നമ്മൾ ആദ്യം ചെന്നിട്ട് എന്താ ചെയ്യാം? ഉംറയാണ്. ആ തിരക്കിലേക്ക് നമ്മൾ ആദ്യം ചെല്ലുമ്പോഴേ ചിലപ്പോൾ എന്താവും നിങ്ങൾ, നമ്മൾ അമീറും ഇമാമും ഒക്കെ വേറെ ഉണ്ടാവും തിരക്കില്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ബഹുമാനത്തോടു കൂടി അമീർ എന്നൊക്കെ വിളിച്ച ആൾക്കാർ അവിടെ ചെന്നുകൊണ്ട് ആ ഹമീർ അങ്ങോട്ടാ പോയതോനെ കാണണമല്ലോ. കാരണം ഒരു രക്ഷയുണ്ടാവില്ല. നല്ല 4 തിരക്കായിട്ട് പട്ടാളക്കാരാണ് നിയന്ത്രിക്കണേ. ആയിട്ടോ ഹാജിയന്മാരോട് പോലെ അങ്ങനെ പെരുമാറുന്നത്. അവിടെ ഉള്ളത് മൊത്തം ഹാജിയന്മാരാണേ. അതുകൊണ്ട് അവിടെ നമ്മക്കൊരു സ്പെഷ്യൽ പ്രയോറിറ്റി ഒന്നും ആരും വിചാരിക്കണ്ട. അവിടെ വരുന്ന 20 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനയൊക്കെ സമ്മേളനം നടത്തിയിട്ടേ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റിയ ഏത് ഗ്രൗണ്ടാണ് കേരളത്തിലുള്ളത്? 1 ലക്ഷം ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റിയ ഏത് സ്ഥലമുള്ളത്? പിന്നെ കള്ളിയുടെ കൂടെ 0 കൂട്ടിക്കാണ്ട ലക്ഷാക്കല്. എന്നാൽ മക്കത്ത് അങ്ങനെയല്ല. 20 ലക്ഷം എന്ന് പറഞ്ഞാൽ പേപ്പറിലെ 20ഉം പേപ്പറില്ലാതെ 5 വേറെ ഉണ്ടാവും. അത്ര ആൾക്കാരാണ്. ലക്ഷങ്ങളെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് കാണാൻ പോവാണ്. ആ ലക്ഷങ്ങളിലേക്ക് നമ്മളങ്ങോട്ട് ഒഴുകി എത്തുമ്പോഴേ ചിലപ്പോൾ നമ്മൾ പോണ കൂട്ടൊക്കെ തെറ്റിയ ഒറ്റക്കണ്ടാവും. ഒറ്റക്കായ ബേജാറാകരുത്. ഉംറ നമ്മൾ പഠിച്ചിട്ട് പോകാം. നമ്മൾ അറമ്പക്കണ്ട് എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണാനല്ല. എളാപ്പാന്റെ മകൻ ഉണ്ടായിനി, മരുവലുണ്ടായിനി, മകളുണ്ടായിനി, പേരക്കുട്ടി ഉണ്ടായിനി, ഒന്നുമില്ല. ഒക്കെ നഫ്സി കാരം. അപ്പൊ പഠിച്ചോനെ ഇനി ഞാൻ എന്താ കാട്ടുക? ഞാനൊന്നും പഠിച്ചില്ലെന്ന് പറയരുത്. ഉംറ ചെയ്യാൻ നമ്മൾ ശരിക്കും പഠിക്കപ്പെട്ട് പോകുമ്പോൾ
നമ്മളെ ഉംറ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റൂമിലേക്ക് ഒറ്റക്ക് തിരിച്ചെത്താവുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അവിടെ തെറ്റരുത്. നമ്മളിപ്പം നേരെ ഹറമിലേക്ക് പ്രവേശിച്ച് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? വലത്തേക്കാലെടുത്ത് വെച്ച് അല്ലാഹു മഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പ്രാർത്ഥിച്ച് പള്ളിക്കാണ് കയറുക. ആ പള്ളി കയറുമ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് നേരെ നടന്നു പോയിട്ട് നമ്മൾ മത്താഫിലേക്ക് എത്തും. അതൊക്കെ കാണിച്ചു തരും. മത്താഫിലേക്ക് എത്തിയാൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? തവാഫ് തുടങ്ങണം. തവാഫ് എവിടുന്നാ തുടങ്ങേണ്ടത്? അത് അമീർ കാണിച്ചു തരാറുണ്ട്. അമീർ ചിലപ്പോൾ കാണുന്നില്ല, പക്ഷെ നമ്മൾ പഠിക്കണം. കഅബയുടെ ഹജറുൽ അസ്വദ് ഉള്ള മൂല, 4 മൂലയുള്ള കഅബക്ക് ഉണ്ടാകുക. ഈ 4 മൂലക്ക് കുറെ പേരുണ്ട്. ഇതിങ്ങനെ യമന്റെ ഭാഗത്തേക്കുള്ള മൂലക്ക് യമാനി എന്നാ പറയാ, റുക്കുനുൽ യമാനി. ഇറാഖിന്റെ നേരെയുള്ള ഒരു മൂലുണ്ട്, അതിനെന്താ പേര് പറയാ? ആ റുക്കുനു ഇറാഖി എന്ന് പറയും. ഈ ഷാമിന്റെ നേരുണ്ട്, അതിനെന്താ പേര് പറയാ? റുക്കുനു ഷാമി എന്നാ പറയാ. അങ്ങനെ 4 മൂലുണ്ട്. അതിൽ ഹജറുൽ അസ്വദ് വെച്ചൊരു മൂലുണ്ട്, അത് അറിയാം. അവിടെ ചെന്ന് അടയാളുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാം. ഇവിടെ എത്തിയിട്ട് നമ്മുടെ ഇടതു ഭാഗത്തായിരിക്കണം എപ്പോഴും കിബില. നമ്മളെ ഇതിപ്പോ കിബിലയാണെങ്കിൽ തവാഫിന്റെ ഇതാണ് ആന്റി ക്ലോക്ക് വൈസിലാ തിരിയേണ്ടി. ഇങ്ങനെ തവാഫ് കൊണ്ട് ഇങ്ങനെ എപ്പോഴും നമ്മുടെ ചില ആൾക്കാരുണ്ട് ഓല ബഹുമാനത്തിന്റെ ഊക്കൊണ്ട് ഓലോട് അവിടെ പറഞ്ഞാണ് കഅബന്റെ നേരെ തിരിഞ്ഞോണ്ട് ഇങ്ങനെ തവാഫ് എങ്ങനെ അല്ലേ? അത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഈ ഇടതുഭാഗം കഅബയുടെ നേരെ വരത്തക്ക രൂപത്തിൽ ഈ പൊസിഷനിൽ നമ്മൾ കറങ്ങണ്ടേ. അപ്പൊ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ എത്തുമ്പോൾ അതിന്റെ ശരിക്ക് തുടങ്ങേണ്ടത് അതിനെ ചുംബിച്ചുകൊണ്ടാ തുടങ്ങണ്ടേ. അത് നടക്കൂല എന്നല്ല എനിക്ക് അറിയാലോ, നടക്കൂല. രണ്ടാമത്തെ എന്താ അറിയോ? കൈയോണ്ട് തൊട്ടുകാണ്ട് ചുംബിക്കാന്നാ, അതും നടക്കൂല. പിന്നെ മൂന്നാമത്തെ എന്താ സംഭവിക്കുക? നല്ല മാന്യമായിട്ട് അസ്സലാമു അലൈക്കും ഞാൻ തുടങ്ങട്ടോ അല്ലേ. ഇവിടെ വന്നിട്ട് ആ മൂലക്ക് നേരെ കൈ ഉയർത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. എന്തിനാണ് ബിസ്മില്ല? ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മിയോട്. അതാ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മാത്രം ബിസ്മില്ല കിട്ടോ. രണ്ടാമത്തെ റൗണ്ടിലൊക്കെ എന്തേ ഉള്ളൂ? അല്ലാഹു അക്ബറേ ഉള്ളൂ. അപ്പൊ ബിസ്മില്ലാ അല്ലാഹു അക്ബർ ആണ് തുടങ്ങിയിട്ടാണ് നടക്കന്നെ. ആരും നോക്കണ്ട, ഒപ്പ ആളുണ്ടോ അല്ല നോക്കണ്ട. ധൈര്യത്തോടെ ചെല്ലാനുള്ള ചൊല്ല്, ദിക്റുകള്, പ്രാർത്ഥനകള്, ഖുർആന്, എന്തൊക്കെ പ്രാർത്ഥിക്കാണ്ട്. മക്കള്, കുട്ടികള്, പേരക്കുട്ടികള്, അയലോക്കക്കാര്, ബാപ്പ, അമ്മ. പോരാൻ നേരത്തെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇനി പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുവേ. ഒരു നാട്ടിൽ പോയിട്ട് അനക്കും വേണ്ടി നില എന്ത് ചിലപ്പോൾ ഓർത്തിട്ടന്നെ ഉണ്ടാവില്ല. അപ്പൊ ഈ തവാഫിന്റെ സമയത്തൊക്കെ പഠിച്ചോനെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണ്. അവർക്കെല്ലാം ഇനി ഓർമ്മ ഉണ്ടെങ്കിൽ ആപ്പാക്കോ അളാപ്പാക്കോ അങ്ങനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടം പോലെ സമയം ഉണ്ടാവും. തിരക്കൊണ്ടേ ഒരു റൗണ്ട് ഇങ്ങോട്ട് ചുറ്റി പോരണമെങ്കിൽ അരമണിക്കൂറൊക്കെ കൊടുക്കും. പ്രാർത്ഥിച്ച പ്രാർത്ഥന പഠിച്ചത് മുഴുവൻ പ്രാർത്ഥിച്ചാലും റൗണ്ട് ബാക്കിക്കാരം. അപ്പൊ ഇഷ്ടംപോലെ പ്രാർത്ഥിക്കുക. ഒരു മുസാഫ് കയ്യിലുണ്ടെങ്കിൽ ഓതാ, മൊബൈൽ ഉണ്ടെങ്കിൽ ഓതാ, നല്ല സംസാരങ്ങളാവാ. അങ്ങനെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ചുറ്റി ഈ മൂല ഹജറുൽ അസ്വദിന്റെ തൊട്ട് മുമ്പത്തെ മൂലയിൽ എത്തുമ്പോൾ അവിടെയാണ് ഏത് പ്രാർത്ഥിക്കേണ്ടത്? റബ്ബനാ ആതിനാ ഫിദ് ദുനിയ വരെ എത്ര വട്ടാണോ അത്ര വട്ടം പ്രാർത്ഥിക്കുക. ഇവിടെ എത്തുമ്പോൾ 1 അല്ലാഹു അക്ബർ, വീണ്ടും 2 അല്ലാഹു അക്ബർ, വീണ്ടും 3 4 5 6 7. ആരും ഒപ്പം വേണ്ട. നമുക്ക് ഒറ്റ അവിടെ ഉള്ള ആൾക്കാരൊന്നും ഒപ്പമുള്ള ആൾക്കാരല്ല, ഒക്കെ ഒറ്റക്ക് വന്നല്ല. അങ്ങനെ ചുറ്റുക. 7 എണ്ണം കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ മക്കാമു ഇബ്രാഹിമിന്റെ ബേക്കിൽ നിസ്കരിക്കുക. അത് കഴിഞ്ഞാൽ സംസം വെള്ളം കുടിക്കുക. സഫാ മർവയിൽ അതങ്ങനെ അതിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ചിത്രസഹിതം നിങ്ങൾ കാണാൻ കൊണ്ടിട്ടോ. ഞാൻ അവസാനിപ്പിക്കാം. അപ്പോ ബേജാറ് മനസ്സൊന്ന് ഒഴിവാക്കുക. ഉംറ ചെയ്യാനുള്ള രൂപത്തെക്കുറിച്ച് ശരിക്ക് ഇവിടുന്ന് തന്നെ പഠിക്കുക. ഇന്നിപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞു പോയാലും ഞങ്ങളുടെ ആരുടെയും നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാം, വാട്സാപ്പിൽ ബന്ധപ്പെടാം, നമ്പറിൽ ബന്ധപ്പെടാം. ഇൻഷാ അല്ലാഹ് ആ സംശയങ്ങളൊക്കെ തീർത്തരും. ബാക്കി ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒരാശങ്കയും വേണ്ട. ഇഷ്ടം പോലെ നമ്മളിവിടെ ഏകദേശം എത്തിയാൽ 10 ദിവസത്തിലേറെ നമ്മൾ ഹജ്ജിന്റെ മുമ്പോടെ എത്തും. നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടാവും. കൂടെ തന്നെ എല്ലാവരും ഉണ്ടാവും. ടെന്റുകളിലൊക്കെ ഓരോ കർമ്മം ചെയ്യാൻ പോകുമ്പോഴും ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണത്, എങ്ങനെയാ പോണത്, അവിടെ പോയിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത്. ഈ ജമ്പറിലേക്ക് എറിയാൻ പോകുമ്പോഴേ നമ്മൾ കൂട്ടായിട്ടാ പോവുക. അഹങ്കാരമില്ലാതെ പോന്നാ മതി. ചില ആൾക്കാർ അമീർ, ഞാൻ 12 കൊല്ലായി മക്കത്ത്, എനിക്കപ്പോ അമീറാൾ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവനോട് പാട്ടിന് പോകാം. അങ്ങനെ ഈ LP സ്കൂളിൽ നിന്ന് ടൂർ വേണമായിരിക്കേ ടീച്ചറെ സാരി തല്ലി പിടിച്ച് ഇങ്ങനെ നടക്കുമല്ലോ. അങ്ങനെ ഈ അമീറിന്റെ കൂടെ അങ്ങനെ അങ്ങോട്ട് പോരാൻ തയ്യാറായാൽ ഒരു പ്രയാസം അല്ലാതെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഉംറ, ഫസ്റ്റത്തെ ഉംറ, എനിക്ക് ഇപ്പോഴും എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, ഫസ്റ്റത്തെ ഉംറ നമ്മൾ ശരിക്ക് പഠിച്ചു പോകണം. കൂടെ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയക്കാർ പറയും പോലല്ല, കൂടെ ഉണ്ടാകുമെന്ന് എത്ര പറഞ്ഞാലും ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോഴേ
കൂട്ടം കെട്ടി പിരിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടേക്കും. അങ്ങനെ ഒറ്റപ്പെട്ടാലും അതിൻ്റെ കർമ്മങ്ങൾ ഭംഗിയായി ചെയ്യാനുള്ള അറിവും കഴിവും നമ്മൾ നേടിയെടുക്കണം. അത് നിങ്ങൾ എത്ര സംശയം ചോദിച്ചോളി, അത് പറഞ്ഞ് ഭംഗിയാക്കി തരാം. ഒരുപാടൊന്നും പഠിക്കാനല്ല, മനസ്സിൽ ആത്മവിശ്വാസം ഉണ്ടായാൽ മതി, നമുക്ക് ഈ കർമ്മങ്ങൾ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മൾ പല ആളുകളും പല ട്രൂപ്പുകളായിട്ട് പല സമയങ്ങളിലായിട്ടാണ് എത്തിപ്പെടുക. മക്കയിൽ നമ്മളൊക്കെ പല ഹോട്ടലുകളിലാണ്. എന്നാലും ഇൻഷാ അള്ളാഹ് എല്ലാ ഹോട്ടലുകളിലും എല്ലാവരും എത്താനും നിങ്ങൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തരാനും നമ്മൾ കാണാനും പരിചയപ്പെടാനൊക്കെ ഇനിയും നമുക്ക് സമയങ്ങൾ ഉണ്ടാവും. ഹജ്ജിൻ്റെ സമയത്ത് പൂർണ്ണമായിട്ട് നമ്മൾ ഒരുമിച്ചായിരിക്കും. പിന്നെ ഹജ്ജ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വ്യത്യസ്തമായ ഹോട്ടലുകളിലേക്ക് മാറും. നമ്മുടെ യാത്രകളൊക്കെ വ്യത്യസ്തമായ സമയങ്ങളിലായിരിക്കും. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പേക്കാരം, ഞാൻ പറഞ്ഞല്ലോ, ഹജ്ജിൻ്റെ ദുൽഹജ്ജ് 8 മുതൽ 13 വരെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ പറയപ്പെട്ട അക്ബർക്ക മുതലുള്ള എല്ലാ അമീർമാരും നമ്മുടെ ടെൻറ്റിൽ തന്നെ ഉണ്ടാവും. ആവശ്യമായ സംശയങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന പുണ്യ ദിവസങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര. അല്ലാഹു തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജായി നമ്മുടെ ഹജ്ജിനെ സ്വീകരിക്കുമാറാവട്ടെ. ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ ഭയപ്പാടുകളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും അള്ളാഹു നമുക്ക് സമാധാനവും നിർഭയത്വവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പലരെയും, എവിടെയും എത്തിയിട്ടില്ലാത്ത ചിറക് മുളക്കാത്ത പലരെയും വീടുകളിലാക്കിയാണ് നമ്മൾ പോകുന്നത്. ആരോഗ്യത്തോടെ ആഫിയത്തോടെ വീടുകളിലേക്ക് സന്തോഷത്തോടെ മടങ്ങിയെത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാത്തിനും അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ സ്വർഗം മാത്രം പ്രതിഫലം ലഭിക്കുന്ന മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെപ്പോലെ ഹജ്ജിനു വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന മുഴുവൻ ഹാജിമാർക്കും അള്ളാഹു സമാധാനത്തിൻ്റെ പ്രതിഫലാർഹമായ ഹജ്ജായി അവരുടെ ഹജ്ജുകളെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും ചുറ്റുപാടുകളിലുമൊക്കെ ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി ഏറെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെയും വിശുദ്ധമായ കഅബാലയത്തിലെത്തി ഹജ്ജ് നിർവഹിക്കുവാൻ അള്ളാഹു അവസരം നൽകുമാറാവട്ടെ. ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുക്കൾ എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.